പിടികൂടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ടല്ലോ അല്ലെ ദീപക്, ഇന്ന് അതെ അതെ ജനങ്ങൾക്ക് ഒരു ദുരിതമാവുന്ന രീതിയിലേക്ക് അത് മാറുമോ? എന്താണ് പെട്രോൾ പമ്പ് ഉടമകളൊക്കെ പറയുന്നത്? അതെ അതെ ആ പെട്രോൾ പമ്പ് സമരത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. കാരണം ഈ പാരിതോഷിക തർക്കം എന്നൊരു പ്രശ്നം ഉണ്ടായല്ലോ. അതായത് ഈ ഡീസലും പെട്രോളും ഒക്കെ കൊണ്ടുവരുന്ന ടാങ്കർ തൊഴിലാളികളുണ്ട്, ലോറി ഡ്രൈവേഴ്സും ക്ലീനേഴ്സും ഒക്കെ ആയിട്ടുള്ള അവർക്ക് ഈ കാലങ്ങളായിട്ടൊരു കീഴ്വഴക്കം എന്നുള്ള നിലയ്ക്ക് ഈ ഡീലേഴ്സിന്റെ പക്കൽ നിന്ന് ചെറിയൊരു തുക കൊടുക്കാറുണ്ട്. ഇത് ഇറക്കാൻ വരുന്ന സമയത്ത് ഏതാണ്ട് 300 രൂപയാണ് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത്. അത് 400 രൂപയാക്കണമെന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തർക്കം ഉടലെടുത്തു. അതിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി HPCL പിന്നീട് ഈ പെട്രോൾ പമ്പ് ഉടമകൾ പോയി. ആ ഘട്ടത്തിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് പ്രശ്നം. അതേ തുടർന്ന് അവർ ആദ്യഘട്ടത്തിൽ സൂചനാ പണിമുടക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇന്നിപ്പോൾ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് പെട്രോൾ പമ്പ് ഉടമകൾ സമരം പ്രഖ്യാപിച്ചിരുന്നത്. പാരിതോഷിക തർക്കം ഇന്നലെ കളക്ടർ ഇടപെട്ട് ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. പക്ഷേ അവരുടെ കയ്യാങ്കളിയിലേക്ക് പോയത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടോട് കൂടിയാണ് അവരിപ്പോൾ ഇന്ന് സമരത്തിലേക്ക് പോകുന്നത്. ഉച്ചവരെയായിരിക്കും സമരം. അത് ആളുകളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാകും, ചിലരെങ്കിലും അറിയാത്തതുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ശബരിമല സീസൺ ആയതുകൊണ്ട് അവിടെയുള്ള 5 താലൂക്കുകളും ഒപ്പം തന്നെ ഒരു ചെങ്ങന്നൂർ നഗരസഭാ പരിധിയും ഈ പെട്രോൾ പമ്പ് സമരത്തിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരം സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ന്യായമായ സമരം എന്നുള്ള നിലയ്ക്കാണ് പെട്രോൾ പമ്പ് ഉടമകൾ കാണുന്നത്. അവരുടെ അവകാശമാണ്. അതിനപ്പുറത്ത് ജനങ്ങൾ വലയും എന്ന കാര്യത്തിൽ തർക്കമില്ല. കുറച്ച് ആളുകളെങ്കിലും ആ കാര്യം അറിയാത്തതുണ്ട്. അവരെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടിലേക്ക് പോകും. ദീപക് പറഞ്ഞത് 2 തരത്തിൽ തന്നെ അതിനെ കാണേണ്ടതുമുണ്ട്.